ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. കേരളം ഭ്രാന്താലയമാണ് എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു റിപ്പോർട്ട് ചെയ്ത് വന്ന ഒരു വാർത്ത, അത് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടി ആയിട്ട് അത് മാറുകയാണ്. വിതുരയിൽ, തിരുവനന്തപുരത്തിനപ്പുറത്തുള്ള വിതുരയിൽ ഒരു യുവാവ്, ഒരു മുസ്ലിം യുവാവാണ്, അവൻ്റെ ഉമ്മായെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആടിച്ചു ഉപദ്രവിച്ചിട്ട് അവർ ചികിത്സ തേടി ആശുപത്രിയിൽ പോകേണ്ട ഗതികൾ വന്നവർക്ക്. അത് ലഹരിക്കടിമയായിട്ട് അവൻ ചെയ്തതാണ്. അത് അവൻ്റെ പേരിൽ 4 കേസുകൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. കഞ്ചാവും അതുപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ മറ്റ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൈവശം വെച്ചതിനുള്ള കേസുകൾ 4 എണ്ണം വിതുര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് പോലീസിന്റെ നടപടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ഒക്കെ ഇതേപോലെ അവനെ ജയിലിലാക്കുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ നമ്മൾ ചിന്തിക്കണം. ഇപ്പോ ഈ അഫ്വാൻ എന്ന് പറയുന്ന 23-കാരൻ 5 പേരെ യഥാർത്ഥത്തിൽ അടിച്ചു കൊലപ്പെടുത്തി. അതുകൂടാതെ അവൻ്റെ ഉമ്മായെ തന്നെ മാരകമായിട്ട് 2 പ്രാവശ്യം പരിക്കേൽപ്പിച്ചു. ആദ്യം അവരെ കഴുത്ത് മുറുക്കിയിട്ട് അവർ ബോധം കെട്ടു, അങ്ങനെ കിടന്നു വീണു. മരിച്ചെന്ന് കരുതി മുറി പൂട്ടിയിട്ടിട്ട് അവൻ പോയി. തിരിച്ചു വന്നപ്പോൾ അവർക്ക് ജീവനുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന യഥാർത്ഥ ആയുധം വാങ്ങിച്ചു വെച്ചേക്കാണ്. ആയുധം ചുറ്റികൾ കൊണ്ട് അങ്ങ് അടിക്കുകയാണ്. അവരെ മുഖത്തൊക്കെ അടിച്ച് പൊട്ടിച്ചു. മുഖത്തൊക്കെ ബോൺസിനൊക്കെ ഫ്രാക്ചറുണ്ട്, കണ്ണിന് താഴെയൊക്കെ പരിക്കുണ്ട്, തലയിൽ. എന്നിട്ടും അവർ മരിച്ചില്ല. കാരണം പോലീസ് വന്ന് ബാക്കിയുള്ളവരെയൊക്കെ നോക്കി, ഈ മരിച്ചു കിടക്കുന്നവരെയൊക്കെ നോക്കിയപ്പോൾ ഇവർ കണ്ണ് തുറക്കുന്നത് കണ്ടു. അങ്ങനെയാണ് മനസ്സിലായി ഇവർക്ക് ജീവനുണ്ടെന്ന്. അല്ല, അവർ ചോരയെ കുളിച്ച് കിടക്കുകയാണ്. അവരെ പിന്നെ ഒക്കെ എടുത്തിട്ട് അത് അപ്പോഴേ ആശുപത്രി കൊണ്ടുപോയി. അവരിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. സംസാരശേഷി ഏതാണ്ടൊക്കെ കിട്ടിത്തുടങ്ങി, അത്രയേ ഉള്ളൂ. അവർ ക്യാൻസർ രോഗിയാണ്. അവിടെ നമ്മൾ ചിന്തിക്കാൻ ഞാൻ പറയാനൊരു കാരണമുണ്ട്. അപ്പൊ ഇവരെടുത്ത് ഡോക്ടർ ചോദിച്ചു, എന്താണ് ഇതെന്തു പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ അടിച്ചതാണെന്ന് അവർ പറഞ്ഞില്ല, ഇവൻ ഉപദ്രവിച്ചെന്നും പറഞ്ഞില്ല. ഒരു മറിഞ്ഞു വീണതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു മാതാവായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ വിവരം പറയുന്നത്. മാതാവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും ഒരു അമ്മയെ മകളുണ്ടല്ലോ ചൂലെടുത്ത് അങ്ങ് ഇഷ്ടംമാതിരി അടിക്കുന്നത് നമ്മൾ കണ്ടു. പ്രായമായ അമ്മയാണ്, മകള് ചെറുപ്പക്കാരിയാണ്, ചെറുപ്പം അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന പ്രായമാണ്. മധ്യവയസ്കയ്ക്ക് അടുത്ത് വരുന്ന ഒരു സ്ത്രീ അവരുടെ അമ്മയെ ഏതാണ്ട് ഒരു 90 വയസ്സെങ്കിലും പ്രായം കാണും. അവരെ അങ്ങ് അത്രത്തോളം ഉപദ്രവിക്കുക. അവർ കരഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുക, ഈ അടിയെല്ലാം കൊണ്ടുകൊണ്ട്. പക്ഷെ പോലീസ് വന്ന് ചോദിച്ചപ്പോൾ മോള് ഇവർ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതാണ് മാതൃത്വം. പക്ഷെ ഈ മാതൃത്വത്തിന്റെ ഈ സ്നേഹം കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് മാതാക്കളെ നമ്മൾ കണ്ടു. അപ്പൊ മക്കൾ എന്തെങ്കിലും ഒരു ഉപദ്രവം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ അവര് മറച്ചു വെക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രേരണയാവും. അങ്ങനെയുള്ള അതിലേക്കൊരു വെള്ളി വിളിച്ചു ഇന്നലെ ഞാൻ വേറെ കണ്ടു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന NDAയുടെ ഉപാധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ മകനെ ശിവാജി എന്നാണ് അവന്റെ പേര്. അവനെ 2 സുഹൃത്തുക്കളോടൊപ്പം
ഒരു പെൺകുട്ടി, അതായത് അതിൻ്റെ പേര് സൗമ്യ, കഴക്കൂട്ടം സ്വദേശിനിയാണ്. ഫവാസ് എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ, അവൻ തൃശ്ശൂർക്കാരനാണ്. ഈ ലഹരിക്ക് ഈ നാടൊന്നും പ്രശ്നമല്ല, അങ്ങോളം ഇങ്ങോളം ഉള്ളതാണ്. ഈ പെൺകുട്ടിയും ഈ ശിവാജി, ഈ സൗമ്യ, ഫവാസ്, ഇവരെ 3 പേരെയും കൂടെ പോലീസ് പിടിച്ചു. അവരുടെ കയ്യിൽ നിന്ന് 1.1, അതായത് 1.1 ഗ്രാം സ്മോൾ ക്വാണ്ടിറ്റിയാണ് MDMA പിടിച്ചു എന്നുള്ളതാണ്. MDMA എന്ന് പറഞ്ഞാൽ രാസലഹരിയാണ്, സിന്തറ്റിക് ലഹരിയാണത്. ഇത് പിടിച്ചു കഴിഞ്ഞ് പോലീസ് അവരെ എടുത്തു നോക്കി. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. അങ്ങനെ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടു. അപ്പോ ഇത് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇതിന് പറഞ്ഞ എന്തെന്നറിയോ? എൻ്റെ മകനെ ഇതുപോലെ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു. അയാളത് വിളിച്ചു പറഞ്ഞു കേട്ടോ. അയാളുടെ മാധ്യമങ്ങളിലൂടെ അയാൾ വിളിച്ചു പറഞ്ഞാണ്, അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, വിളിച്ചു പറഞ്ഞു. അയാൾ പറഞ്ഞു അറസ്റ്റ് ചെയ്തു. എൻ്റെ മോൻ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തു, അത് എൻ്റെ മോനായതുകൊണ്ട് തെറ്റ് തെറ്റാകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവന് ഒരു കാരണവശാലും ഇതിന് സപ്പോർട്ട് ചെയ്യത്തില്ല, സഹായിക്കാനും പോകുന്നില്ല. അത് നിയമം അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അങ്ങനെ പറയുന്ന ഒരു പിതാവിനെ നമ്മൾ കണ്ടു. കാരണം എന്നിട്ട് അദ്ദേഹം എഴുതി, സമൂഹത്തിൽ രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം, നോക്കണം, ഇല്ലെങ്കിൽ വളരെ അപകടങ്ങളിലേക്ക് ഇത് തിരിയും. ഒരുപാട് ലഹരി മരുന്നുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ. ലഹരി മരുന്നുകളെ ഞാൻ പറയുന്നത് പലതും മെഡിസിനാണ്. ഇപ്പം നമ്മൾ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന, അതായത് ക്യാൻസറിന് വളരെ വലിയ വേദന സംഹാരികളുണ്ട്, മോർഫിൻ കണ്ടന്റും ഒക്കെ ഉള്ള ഒരുപാട് വേദന സംഹാരികളുണ്ട്. അതൊക്കെ അതിൻ്റെ പേര്, ആ മരുന്നുകളുടെ പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഈ ക്യാൻസർ ഇല്ലാത്തവൻ, ഈ വേദന ഒന്നും ഇല്ലാത്തവൻ കഴിച്ചാലുണ്ടല്ലോ, വളരെ വലിയ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. വേദന അടക്കി നിർത്താൻ, വേദന ഇല്ലാതെ മാറ്റുകയല്ല, വേദന അറിയാതിരിക്കാൻ നമ്മുടെ തലച്ചോറിനെ മരവിപ്പിച്ച് നിർത്തുന്ന മരുന്നുകളാണ് അതെല്ലാം പലതും. ഇതൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത് അസുഖമില്ലാത്ത ഒരുത്തൻ, അതായത് മറ്റ് വേദനകളില്ലാത്ത ഒരുത്തനാണെങ്കിൽ അത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. അവനിങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കും. അൾട്ടിമേറ്റ്ലി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല, കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ശരീരം വിറയ്ക്കും, വളരെ ബുദ്ധിമുട്ടാണ്, വെപ്രാളം കാണിക്കും. അവസാനം എന്തൊക്കെ അവൻ ചെയ്യുന്നതെന്ന് അവനറിയില്ല. അതിൻ്റെ പുറത്ത് അവൻ ചെയ്യുന്ന പരാക്രമങ്ങളുണ്ടല്ലോ, ഇത് കിട്ടാതിരിക്കുമ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാലും. ഈ പരാക്രമങ്ങൾ യഥാർത്ഥമേ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല. ഈ വെട്ടിക്കൊല്ലുന്നവനും കുത്തിക്കൊല്ലുന്നവനും തലയ്ക്ക് അടിച്ചു കൊല്ലുന്നവനും ഒന്നും ഈ ലഹരി മൂത്ത് ചെയ്യുമ്പോൾ അവനല്ല അത് ചെയ്യുന്നത്, അവൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആരെ? ഈ ലഹരി. അതാണ് പ്രശ്നം. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കള് എന്ത് അനാവശ്യം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകരുത്. വേറൊരു പിതാവിനെ നമ്മൾ കണ്ടല്ലോ, ഒരു 7ാം ക്ലാസ്സുകാരൻ, അവനെ ആ ക്ലാസ്സിൽ മോണിറ്ററായിട്ട് വെച്ചിട്ട് അധ്യാപകൻ പോയി, അതായത് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നവരുടെ പേര് ബോർഡിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അവന് ഒരുത്തം ബഹളം ഉണ്ടാക്കിയപ്പോൾ അവൻ പേരെഴുതി വെച്ചു. അപ്പൊ ഈ ബഹളം ഉണ്ടാക്കിയവന് അവന് ശിക്ഷ കിട്ടും എന്നുള്ളത് അവൻ നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ പേര് അവൻ ബോർഡിൽ എഴുതി വെച്ചു. ഈ അച്ഛനെന്ന് പറയുന്ന, അവനെ ഞാൻ ഒരു അച്ഛനെന്ന് ഞാൻ പറയത്തില്ല, വഴി കാത്തു നിന്നിട്ട് ഈ കുഞ്ഞിനെ ഉണ്ടല്ലോ, ഈ മോണിറ്ററായിട്ടിരുന്ന ഈ കുഞ്ഞിനെ പിടിച്ച് ധാരാളം പൊതിരത്തല്ലി റോഡിലിട്ട് അടിച്ചിട്ട് അവസാനം ആശുപത്രിയിലായി ആ കുട്ടി. വളരെ മാരകമായ രീതിയിലാണ് അവനെ അടിച്ചത്, പ്രേരിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള അച്ഛനെയും നമ്മൾ കാണുന്നു, ഇതേപോലുള്ള അച്ഛനെയും കാണുന്നു. ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനുണ്ടല്ലോ, അയാൾക്കൊരു കയ്യടി കൊടുക്കണം. കാരണം അയാൾ സമൂഹത്തിൽ വലിയൊരു മെസ്സേജ് കൊടുത്ത ആളാണ്. അയാൾ പറഞ്ഞു, ആരായാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിനെതിരെയുള്ള ക്രൈമാണ്, അത് നമ്മൾ നോക്കണം. സമൂഹത്തിലെ പുഴുക്കുത്തായിട്ട് ഇങ്ങനെ ആളുകൾ മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ പിതാവ് എടുത്തു. ഞാൻ പറഞ്ഞ മറ്റേ പിതാവ് പിന്നെ വേറൊരു തന്നെ ഇപ്പം മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പത്തനംതിട്ടയാണ്, വേറെയുമല്ല. അവിടെ ഒരു അവൻ്റെ മക്കളെയും ഭാര്യയും സ്ഥിരമായിട്ട് അങ്ങ് ഉപദ്രവിക്കും. ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അവനെ എന്നും മദ്യലഹരിയിലോ മയക്കുമരുന്നിൻ്റെ ലഹരിയിലോ ആണ്. അവരും ഭക്ഷണം നശിപ്പിക്കും. ആ ഒരു കുട്ടിയെ, 9ാം ക്ലാസ്സുകാരനാണ്, അവനെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നിട്ട് അവൻ ബെൽറ്റ് കൊണ്ട് എടുത്തിട്ട് അടിക്കുന്ന അടി കാണണം. നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും, നമുക്ക് ഒരു നിവൃത്തിയില്ല. ഷോക്ക്ഡാണ് അത് കണ്ടിട്ട്. ആ രീതിയിലാണ്. എന്നിട്ട് മരത്തിന്റെ തൊലി അത് വിറവ് കീറുമ്പോൾ ബാക്കി വരുന്ന അതെടുത്തിട്ട് അടിക്കുക.
അതുപോലെ വാഴത്തട എടുത്ത് ഇതും ബെൽറ്റ് വെച്ച് അടിക്കുന്ന ആ കുഞ്ഞിന്റെ ദയനീയ രോദനമുണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഇവനൊക്കെ ഗുണം പിടിക്കുമോ? ഇതുപോലൊരു രണ്ടാനച്ഛൻ ഒരു കുഞ്ഞിനെ വാരിയിട്ട് അടിച്ച് കാലടി പിടിച്ച് നിലത്തടിച്ചിട്ട് ആ മൃതപ്രധാനായി കിടന്നപ്പോൾ ഞാൻ പോയി കണ്ടതാണ്. കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അത് കണ്ട നമുക്ക്, ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ കാണുന്ന നമുക്ക്, ഇത് ഇപ്പോ ഈ നല്ലൊരു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആള് എത്രയോ നല്ല മനുഷ്യനാണ്. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞേ, ഇത് ഈ ആളുകൾക്ക് ഈ ലഹരി മൂത്ത് ചെറുപ്പക്കാരൊന്നും ആവണ്ട, ആരായാലും മതി. ആ രീതിയിലുള്ള ഉപദ്രവങ്ങളാണ് പലപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം. ഇതിനൊരു മറുമരുന്ന് കണ്ടുപിടിച്ചാലേ ഈ കൊലപാതക പരമ്പരകൾ അവസാനിപ്പിക്കാൻ പറ്റൂ. ഒരുത്തനെ ഒന്ന് നോക്കി ചിരിച്ചാൽ, ചിരിച്ചു പോയത് നോക്കി ചിരിച്ചെന്ന് പറഞ്ഞാണ്, അവനെ കളിയാക്കി ചിരിച്ചെന്നും പറഞ്ഞാണ് അവനെ ഈ ഒരു സ്റ്റീൽ പൈപ്പ്, ഭയങ്കര വെയിറ്റ് ഉള്ള സ്റ്റീൽ പൈപ്പ്, മോട്ടോർ ബൈക്കിന്റെ ഇതാണ്, അതെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു അയൽ വീട്ടിലോട്ട് കയറി അവിടെ 4 പേരെ അങ്ങ് ഉപദ്രവിച്ചു, ഇഷ്ടം പോലെ അടിച്ചു. ഒരാളുടെ തലയിലൊക്കെ അടിച്ചേക്കുന്നുണ്ടല്ലേ, 20 അടിയാണ് അടിച്ചേക്കുന്നത്. ഒറ്റ അടി മതി യഥാർത്ഥത്തിൽ. പക്ഷേ അങ്ങനെ കൊലപ്പെടുത്തി. ഇതുപോലുള്ള പരമ്പരകൾ ശേഷം ഞാൻ അടുത്ത് പറയാം.